നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം മൂലം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് പ്രവാസികൾ തന്നെയെന്നതിൽ സംശയമില്ല. ജോലി നഷ്ടപ്പെട്ടും ശമ്പളം കിട്ടാതെയും നാട്ടിലേക്ക് മടങ്ങിയവർ അനവധിയാണ്. തീരാനോവിന്റെ കഥകൾ നാം കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേൾക്കുന്നുണ്ടെങ്കിലും ഏറെ ആശ്ചര്യമുളവാക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കിയതിന് പിന്നാലെ ഓൺലൈൻ വഴി വിവാഹം നടത്തിയ വാർത്തകൾ വരെ നമ്മൾ കണ്ടതാണ്. ഇത്തരം സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം എത്രത്തോളം നാം ഉപയോഗിക്കുന്നു ഈ ലോക്ക്ഡൌണിൽ എന്നതാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിസ കാലാവധി അവസാനിക്കാനിരിക്കെ ധൃതി പിടിച്ച് കല്യാണം നടത്തി. കോവിഡ് ലോക്ക്ഡൌൺ മൂലം പ്രതിസന്ധിയിലായ വിവാഹം നിയമത്തിൽ ഇളവ് നേടിയാണ് അതിവേഗം നടത്തി അതിജീവനത്തിനായി വരം വിമാനം കയറിയത്. അവധി തീരുന്ന അവസാന ദിവസം കോടതിയുടെ കനിവോടെ വിവാഹം നടത്തിയ വരൻ വെള്ളിയാഴ്ച രാത്രി തന്നെ അമേരിക്കയിലേക്ക് പറക്കുകയായിരുന്നു. അവസാന ദിവസങ്ങളിലെ ആശങ്കകൾക്കും നെട്ടോട്ടത്തിനുമൊടുവിൽ ഒരു ഉഗ്രൻ മലയാള സിനിമയുടെ ക്ലൈമാക്സ് പോലെ എല്ലാം ശുഭം. US പൗരത്വമുള്ള തിരുവനന്തപുരം പൂഞ്ഞാർ സ്വദേശി മങ്ങാട്ട് ഡെന്നീസ് ജോസഫിന്റെയും മാടക്കത്തറ ചിറയത്ത് മുറ്റിച്ചൂക്കാരൻ വീട്ടിൽ ബെഫി ജീസന്റെ വിവാഹമാണ് കുട്ടനെല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ കോടതി വിധി അനുസരിച്ച് കഴിഞ്ഞ ദിവസം നടന്നത്. കഴിഞ്ഞ വർഷം മെയ് 17 നടത്താനിരുന്ന വിവാഹം കോവിഡ് മൂലം നീട്ടിവെക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ അവധി ലഭിച്ചതനുസരിച്ച് ഈ വർഷം മെയ് 15 മാറ്റുകയാണ് ചെയ്തത്. ഇതനുസരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയായിരുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 30 ദിവസത്തെ നോട്ടീസ് വേണമെന്നതിനാൽ തന്നെ കൊച്ചിൻ ക്രിസ്ത്യൻ സിവിൽ മാരേജ് നിയമപ്രകാരം വിവാഹിതരാകാൻ ഇവർ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ കുട്ടനെല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കാത്തതിനാൽ ഇതിനുള്ള സാധ്യത ഇല്ലാതെയായി. എന്നാൽ ലോക്ക്ഡൌൺ ഇളവ് വരുമ്പോൾ ഓഫീസ് തുറക്കാൻ കാത്തിരുന്നുവെങ്കിലും US മടങ്ങേണ്ടതിനാൽ തന്നെ വിവാഹം പ്രതിസന്ധിയിലായി. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ ഇവർ സമീപിച്ചത്. വിസ കാലാവധി തീരുന്ന പ്രത്യേക സാഹചര്യം വിലയിരുത്തിയ കോടതി രജിസ്ട്രാർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ വിവാഹ വിവരം മുൻകൂട്ടി പ്രദർശിപ്പിക്കണമെന്ന നടപടിക്രമം ഒഴിവാക്കി വിവാഹം നടത്താൻ ഉത്തരവിടുകയും ചെയ്തതോടെ കാര്യങ്ങൾ അതിവേഗം നടന്നു. കോടതി നിർദ്ദേശിച്ചത് പ്രകാരം സബ് ഡിവിഷനിൽ മജിസ്ട്രേറ്റ് രാവിലെ 10:30 മുമ്പായി കുട്ടനെല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ രേഖകളെല്ലാം എത്തിച്ചു. ഉച്ചയോടെ നടപടികളെല്ലാം പൂർത്തിയാക്കി വിവാഹവും നടന്നു. വധൂഗൃഹത്തിലെ ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഡെന്നീസ് വിമാനത്താവളത്തിലേക്ക്. രേഖകളെല്ലാം ശരിയായി കഴിഞ്ഞാൽ വൈകാതെ ബെഫിയും അമേരിക്കയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ലോക്ക്ഡൌണിൽ രേഖകൾ ശരിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കല്യാണം ദൈവം നടത്തിത്തന്നതുപോലെ ദൈവത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ അവർ കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.